പേര് റിഷാന ഫെബി. ഞാൻ കോട്ടക്കൽ മലബാർ ഇംഗ്ലീഷ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അബ്ദുള്ള പേരമ്പ്ര എഴുതിയ സിദ്ദിഖാന്റെ സാഹസയാത്രകളാണ്. ഇറാഖിൽ ജീവിച്ചിരുന്ന സാഹസിക യാത്രക്കാരനാണ് സിദ്ദിഖ്. അയാളുടെ യാത്രയെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. സിദ്ദിഖിന്റെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു. അയാളുടെ പേര് ഹിദ്മത്ത് എന്നാണ്. അയാൾക്ക് സിദ്ദിഖ് ഭക്ഷണം നൽകി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മിഷയിലൊക്കെ പറ്റിപ്പിടിച്ച ഭക്ഷണത്തിന്റെ അംശങ്ങൾ കണ്ടപ്പോഴാണ് സിദ്ദിഖ് അയാളുടെ ഒരു യാത്രാനുഭവം പറയുന്നത്. സിദ്ദിഖ് കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. അവരുടെ ഒരു ബോട്ട് കത്തിപ്പോവുകയും കൊള്ളക്കാർ അവരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരൊരു ദ്വീപിലെത്തി. അവിടെ ഉണ്ടായിരുന്ന പഴങ്ങളൊക്കെ കഴിച്ച് അവരവിടെ വിശ്രമിച്ചു. അങ്ങനെ അവർ ദ്വീപിൽ വെച്ച് ഒരു മുട്ട കാണും. അത് അവർ തല്ലി പൊട്ടിക്കും. പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അത് 2 കഷ്ണമായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പക്ഷിക്കുഞ്ഞ് പുറത്തിറങ്ങി. അത് വലുതായിരുന്നു. അത് അവരെ എല്ലാം ആക്രമിച്ചു. ആ ആക്രമണം കൊണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ സിദ്ദിഖ് മാത്രം രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം വെള്ളത്തിൽ മുങ്ങി. സിദ്ദിഖ് ആ വലിയ മൂക്കുള്ള മനുഷ്യന്റെ അടുത്ത് നിന്ന് ബുദ്ധിപരമായി രക്ഷപ്പെട്ട ഭാഗമാണ് എനിക്കിഷ്ടപ്പെട്ടത്. വലിയ തിരമാലകളോട് എതിരിട്ടും കടൽ ജീവികളെ മറികടന്നും അവർ കരയിലെത്തി. അവിടെ നിന്ന് നോക്കുമ്പോൾ അകലെ കടയിൽ അവരുടെ കപ്പലിനെ തീ വിടുങ്ങിയിട്ടുണ്ട്. കൊള്ളക്കാർ അവരുടെ കപ്പലിന് തീയിട്ടതാണ്. സിദ്ദിഖിന്റെ മനസ്സിൽ ദുഃഖം കനത്തു. കഴിഞ്ഞ യാത്രയിൽ കച്ചവടം ചെയ്ത് സമ്പാദിച്ചു വാങ്ങിയതാണത്. ഇനി എന്തു ചെയ്യും? എല്ലാം നശിച്ചു. എങ്കിലും ആത്മവിശ്വാസം കൈവെടിഞ്ഞിട്ടില്ല.